ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വലയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ വലയിട്ടിട്ട് പോയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞ മാസങ്ങളായി നമ്മൾ വലയിട്ടിട്ടില്ല. അവിടെ ചൂണ്ടിക്കൊണ്ടോ നടന്നിട്ടുണ്ടായിരുന്നു. വല ഇതിൻ്റെ ചെറിയ പണ്ട് തിരക്കായതുകൊണ്ട് വലയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്നലെ വൈകുന്നേരം കൊണ്ട് വലയിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രത്തോളം മീൻ കിട്ടുന്നറിയില്ല, കുറേ ആയല്ലോ. ഇപ്പോൾ എത്ര മീൻ കിട്ടുന്നറിയില്ല. എത്ര മീൻ കിട്ടുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മീൻ എടുക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും, അതാ അവിടെ ഒരു മീനുമായിട്ട് കിടക്കുന്നുണ്ട്. മീനുണ്ട് അല്ലേ? നമ്മളത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇത്? ചൊടീനാ? ഓ, മാസ് സൈസ്. അമ്മോ, തകർത്ത് പോയിട്ടാ കാലിക്ക്. വാ, നൈസ്. ഓ, തുടക്കം തന്നെ അല്ലേ, തകർത്തു. എൻ്റെ അമ്മോ അല്ലേ? രാവിലെ കാലത്ത് വെട്ടണം തോന്നുന്നു അല്ലേ? ആ ഓട്ടാ, കോളടിച്ചു അല്ലേ? അതെ അതെ, മാസം അല്ലേ ഇത്? അടിപൊളി, കലക്കി. ആദ്യത്തെ മീൻ നമുക്ക് അടച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലതാ, സൈസ് പറഞ്ഞ അമ്മാതിരി സൈസ്. ഓ, കൈന് വലിപ്പുണ്ട് തോന്നുന്നു അല്ലേ? ആ അതെ, വെള്ളത്തിനുള്ളിലായതുകൊണ്ട് നമുക്ക് നിന്ന് വെക്കാൻ പറ്റില്ല. ഒന്നും ആയിട്ടാ, നാടൻ. വാ, ബ്യൂട്ടി. That is called beauty. അത് പോട്ട അല്ലേ? ജീവനുള്ള പോട്ട. കരിമ്പോട്ടയാണത്? ബ്യൂട്ടിഫുൾ. പക്ഷെ എന്താണല്ലേ ഈ ചെറിയ വലിയൊന്നും മാട്ടിയില്ലേ? അതിലാണ് ശരിക്കും കണ്ണിയോടെ പറഞ്ഞ സാധനം. ചെറുത് അല്ലേ? കരിപ്പടി സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രി പെട്ടതാന്ന് തോന്നുന്നു കേട്ടോ. ചെറുതാണോ അല്ലേ? സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട, കളയാട്ടാ. ആമയ്ക്ക് അങ്ങനെ ഡേറ്റ് ചെയ്യട്ടാ. അന്ന് പോയിട്ട് അത് ചൊടിയിലാണ്. ഇതാ അവിടെ ഉണ്ട്. കാണിച്ചാ ഒരു മിനിറ്റ് നോക്കിക്കോ. പാണ്ടിങ് അറിയാം, ഞാൻ വലിക്കുമ്പോൾ നമ്മൾ വലിക്കും ചിലപ്പോൾ. മീൻ നമുക്കിന്ന് ചാകരയാണ് തോന്നുന്നു കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം വന്നല്ലേ? അതെ, നമുക്ക് ചാകരയായിരിക്കും തോന്നുന്നു കേട്ടോ. ഒരെണ്ണമല്ല അല്ലേ? തോന്നുന്നു, നോക്കാം നമുക്ക്. ആ അതല്ലേ, ഇത് മീനാണല്ലേ? വാ, അതൊരു പോട്ടയാണ്. നോർമൽ പോട്ടയല്ലേ? നാടൻ പോട്ട. മീൻ പെടുന്നത് നല്ല രസമാണെങ്കിലും വലനെല്ലാം ചുരുട്ടി വെച്ചിട്ട് പോകും. ആ ആ അതെ, അടുത്തൊരു മീനാണല്ലേ? ആ, ചെറിയ സൈസ് പോട്ടയാടാ. വാ, നൈസ് വൺ. അടുപ്പിച്ച് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പോട്ടയാണല്ലേ? മീൻ പെട്ടിരിക്കുകയാണ്. അടിപൊളി അല്ലേ? നൈസ് നൈസ്.
പോട്ടാ ആ നൈസിൽ എങ്ങനെയൊക്കെ കിട്ടണതാണ് നല്ല രസമുണ്ട്. ആ ആ നൈസ് മീൻ. കിട്ടിയില്ലേ? പോട്ടയാണ്. വാ നൈസ് നൈസ്. അടുത്ത കിട്ടിയാ? ആ ചത്തത്? ഇല്ല ഇല്ല ഇല്ല. ഭംഗി. അതെ അതെ അതിന്റെ ടെയില് കണ്ടോ പോയിട്ടാ റെഡ്. ആ അതെ ആവട്ടെ. അതെയാ? ഹൈബ്രിഡ് ആണോ? നൈസ് അല്ലേ? നൈസ് നൈസ്. വാ വീണ്ടും ഉണ്ടോ? അതെയാ? വാ നൈസ്. വാ വാ അടുപ്പിച്ചില്ലേ? കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ മീൻപിടുത്തത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെ ഫുൾ വൈബ്. തിരിച്ചെത്തി. അടുത്തടുത്ത് മീൻ അടിച്ചുകൊണ്ടേ ഇരിക്കണം. അതെ മീൻ പോയാ? ഒരു മീന് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മിസ്സായിരിക്കുകയാണ്. പോയേട്ടാ എന്താ കയ്യിൽ കൊണ്ടാ? എളുപ്പമല്ല എളുപ്പമല്ല. ആ വാവ് നൈസ് അല്ലേ? അടിപൊളി. നമ്മൾ വലിയ വലയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. വലിയ വലയ്ക്ക് കിടക്കാം അല്ലേ? വലിയ വല അതും കുഴപ്പമില്ലാത്ത വലയാണ്. എന്നാലും ഇത് 5 കണ്ടി വല. നിറയെ മീനായി നമുക്ക്. ഇപ്പം തന്നെ നിറയെ മീനായി അല്ലേ? ഒന്നും പറയാനില്ല. ഓ നൈസ് നൈസ്. ചണ്ടിയുള്ള കാരണം ഈ ഭാഗത്തുനിന്ന് കുറച്ച് കമ്മിയായിരിക്കും അല്ലേ? ഇവിടെ ചണ്ടിയല്ല, ഇവിടെ കിട്ടും. വെയിറ്റ് അറിയും, എന്തെങ്കിലും വെയിറ്റ് അറിയും. ആഹാ നമ്മൾ വീണ്ടും വലിയ വലയിലേക്ക് കിടക്കണം അല്ലേ? ഏറ്റവും വലിയ വല നമ്മുടെ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. നമുക്ക് കൂടുതൽ പ്രതീക്ഷ അതിലാണ്. ഇങ്ങനത്തെ വലയിൽ 2 മീന് പട്ടാലും അല്ലേ ബോബേട്ടാ? അതെ ഒന്നും പറയാനുണ്ടാവില്ല. മീനൊക്കെ രസിക്കാത്ത മീനുകളാണ്. ഒരു സൈലൻസ് ആണല്ലോ. അതെ അതെ അതെ. മീനുണ്ടല്ലേ? ഷേ എത്ര അല്ലേ, എത്ര സൈലൻ്റായി കിടക്കണം നോക്കിയത്. വാവ് 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 ആ സൈസ്. ഷാ അടിപൊളി കലക്കി. എന്താണെന്ന് അറിയില്ല, വെള്ളത്തിൽ നിന്ന് അതിനെ കാണുമ്പോഴാണ് പോയിട്ടാ. അതെ അടിപൊളി. പക്ഷെ ഒരു സൂചന നമുക്ക് നൽകിയില്ല അല്ലേ?
എത്ര സൈലൻ്റായി കിടക്കണം. അതെ, നൈസ് വൺ. ഹൈബ്രിഡ് ആണല്ലേ? ആ, നാടനിൽ നിന്നുമില്ല, ഹൈബ്രിഡിലേക്ക് പോയുമില്ല. അടുത്ത് കിട്ടിയില്ലേ? ചത്തു? പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലോ. സൈസ് മീനല്ലേ? കുറച്ച് നേരമായിട്ടുള്ളൂ അല്ലേ? ആഹാ, പ്രശ്നം. ആഹാ, വാവ് വാവ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ആമയാണ്. പാലാമയാണല്ലേ ബോട്ട? പാലാമ. ഓ, ബോട്ട് തെറ്റിപ്പോയി. എസ്കേപ്പ്. ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. ഇത് നല്ല രീതിയിൽ നിറയെ മീൻ കിട്ടി. നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വലയിടാൻ വന്നത്. അതിന് നമുക്കൊരു പ്രയത്നം ഒന്നും പറയാനില്ല. അത്യാവശ്യം നിറയെ കിട്ടിയിട്ടുണ്ട്. എത്ര മീൻ കിട്ടി നോക്കാം നമുക്ക്. ചൊടിയിനൊക്കെ സൈസ് വരാൻ നോക്ക്. അമ്മാതിരി സൈസ് ഇതാ ഫോട്ട. എന്താ ഇതെന്താ നൈസ് സൈസ്, അമ്മാതിരി സൈസ് ഒക്കെ സൈസ് ഫോട്ടോകളാണ് കേട്ടോ. ഫ്രഷ് പറഞ്ഞ നോക്ക്. നെളിയിൽ നോക്ക് സാധനം. ഒന്നും പറയാനില്ല. എല്ലാം പോട്ട നോക്കുക, വലിപ്പം നോക്കുക. എല്ലാം പോട്ടൻ്റെ പക്ഷെ എന്താ വലിപ്പം അല്ലേ? അതെ, എന്താ അസല് നല്ല വലിപ്പം നോക്ക്. ഭംഗി നോക്കി. ഭംഗിയും എന്താ സൈസ്. കൈൻ്റെ വീതിയുണ്ട്. അടിപൊളി അടിപൊളി. ഊഫ്, നിറയെ മീൻ കിട്ടി നമുക്കല്ലേ? അതെ, ഒന്നും പറയാനില്ല. അത്യാവശ്യം നിറയെ പറഞ്ഞ നിറയെ നോക്ക്. യാ, ചാകര. അതെ, 3-4 കിലോ മേലായിട്ട്. ഇന്നാണെങ്കിൽ നല്ല സന്തോഷം അല്ലേ? ഓ, സന്തോഷം പറയാനൊന്നും ഇല്ലല്ലോ. രക്ഷയില്ല. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് മലയിടാൻ പണ്ട് മലയിട്ടതാ. വീണ്ടും നമുക്ക് രക്ഷയില്ലാത്ത മീൻ കിട്ടിയിട്ടതാ. ചോട്ടി ഇത് പ്രതീക്ഷിക്കാത്ത മുതലാണ്. രക്ഷയില്ലാട്ടാ ചോട്ടി. ഒന്നും പറയാനില്ലതാ. ഏകദേശം 2 കിലോ സൈസ് ഉണ്ടാവും കേട്ടോ. ഒന്നും പറയാനില്ല. 2 കിലോ പറഞ്ഞാ തലതാ. തല തന്നെ ഉണ്ടതാ. ഒരു കൈൻ്റെ പത്തിയുണ്ടതാ. എന്താല്ലേ സൈസ്. ചത്തുന്നുള്ളൂ, അതൊന്നുമില്ല. ഫ്രഷ് പറഞ്ഞ ഫ്രഷ് ഇതാ. ചത്തു സാധനം. ഒന്നും പറയാനില്ല. നൈസ് വൺ. പറയാനില്ല. പോട്ടയും സൈസാണ്. അതൊന്നും ചത്തു. ഇത് ചാകാത്തത് ഫ്രഷ് ഇതാ. ഒന്നും പറയാനില്ല. നൈസ്. എന്താ അതിന് ഭംഗി നോക്കി. അതായി എന്താ ഭംഗിയില്ലേ? രക്ഷയില്ല. അടിപൊളി. ഏകദേശം ഒന്നും പറയാനില്ല. എല്ലാം നമുക്ക് സൈസാണ് കേട്ടോ. ഒരെണ്ണമല്ല, ഏകദേശം എല്ലാം നമുക്ക് സൈസ് ഉണ്ട്. ഇതാ എല്ലാം. ഒരു ചെറുത് പറയാം, ഇത് ഏറ്റവും സൈസ്. ഇത് ചത്തത് നല്ല സൈസ്. ഇതിന് ഒന്നും പറയാനില്ല. ഒക്കെ ഫ്രഷ്. അപ്പോൾ ഇതിന് കൊണ്ട് നമുക്ക് എന്താ പരിപാടി? എന്താ പോട്ടെ പറ. നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യാം. എന്തായാലും എത്ര മീൻ കിട്ടി നമുക്ക് കുക്കിംഗ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് തീരെ നഷ്ടമാണ് അല്ലേ? തീരെ നഷ്ടം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വില കിട്ടിയെന്ന് വരില്ല. അതെ, കൂടുതൽ കിട്ടും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് ജാക്ക് പോട്ട് പോലെ നിറയെ ഫുള്ള്. അതെ, നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് കുക്കിങ്ങിന് കാണാം. നമ്മൾ എന്താ പ്ലാൻ ചെയ്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന് മീൻ കൊണ്ട്. അതെ, പുതിയ എന്തെങ്കിലും പരീക്ഷണം ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അല്ലേ? നോക്കാം. നമുക്കിപ്പോൾ ഉച്ചയല്ലേ ആയിട്ടുള്ളൂ. വൈകുന്നേരത്തോടെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്തിരിക്കും. അതെ, എന്തെങ്കിലും നമ്മൾ ഉറപ്പായി ചെയ്തു. എത്ര മീൻ കിട്ടി ചെയ്യാൻ നിന്നാൽ നമുക്ക് മോശമാണത്. അതെ, ഉറപ്പായിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാം അല്ലേ? ചെയ്യും, ഉറപ്പായി ചെയ്തിരിക്കും. ഓക്കെ. മീൻ പിടുത്തം കഴിഞ്ഞൊരു കുളി മസ്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം
നമ്മളെ കാലിലൊക്കെ വീണ്ടും ചളിയായി. ചെറിയ തോടുക പുറത്തുനിന്ന് ജനങ്ങൾക്ക് പോകണ തോണ്ട കിടന്ന് നമ്മൾ ചൊടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് വാട്ടർ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലം. ഒരളനീരം കുറച്ച് മാങ്ങയും കിട്ടിയാ. വായില്ല അതെ.